ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. സന്തോഷത്തോടെ ഇരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള ബെസ്റ്റ് വേ ആണ് സെൽഫ് ലവ്. നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ ജീവിതത്തിലും കരിയറിലും മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ള നിരവധി ആൾക്കാരെ കാണാനാകുമല്ലേ? അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ എന്തായിരിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? അവരെ അവരാക്കി മാറ്റിയത് എന്തൊക്കെയാണ്? ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ സ്വാഭാവികമായി തോന്നുന്ന ചോദ്യങ്ങളാണ്. അവരൊക്കെ അവരുടെ സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. സ്വയം വിലമതിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നമ്മളൊക്കെ മുതിർന്നവരിൽ നിന്നുള്ള ഉപദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നതല്ലേ? എന്നാൽ നമുക്കൊന്ന് മാറി ചിന്തിച്ചു നോക്കിയാലോ? പഴയ കാലത്തെ നിങ്ങളെയും പുതിയ കാലത്തെ നിങ്ങളെയും താരതമ്യം ചെയ്ത് വിലയിരുത്തി ഒരു പുതിയ നിങ്ങളെ സ്വയം സൃഷ്ടിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സെൽഫ് ലവ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സമയം കണ്ടെത്താറില്ലേ? ചിലപ്പോൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗവും സഹിക്കും. എന്നാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ ഡെയിലി ചെയ്യുന്ന പല്ല് തേപ്പ്, കുളി, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വലിയൊരു കാര്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? നമ്മൾ നമ്മൾക്ക് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ സെൽഫ് ലവ് വേണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്കും ലോകത്തിനും ചുറ്റുപാടിനുമൊക്കെ നല്ല മാറ്റം വന്നതുപോലെയുള്ളൊരു പോസിറ്റീവ് ഫീൽ നിങ്ങളിൽ നിറയും. സെൽഫ് ലവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് പറയാം. ഒന്നാമത്തെ പോയിൻ്റാണ്, നിങ്ങൾ തന്നെ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നിങ്ങൾക്കൊരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെപ്പോലെ ആകാനും കഴിയില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളോട് മാത്രം മത്സരിക്കുക. അപ്പോൾ പിന്നെ അവിടെ വേറൊരു വിജയി ഉണ്ടാവില്ല. 2, നിങ്ങളുടെ തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ശരിയിൽ നിന്ന് പഠിക്കാൻ പാഠങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ തെറ്റുകൾ എന്തെന്ന് കണ്ടെത്തി അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാനും പുതിയ പാഠങ്ങൾ പഠിക്കാനും കഴിയും. 3, നിങ്ങളുടെ കൂടെയുള്ളവർ എത്രക്കാരാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ വളർച്ചയിൽ താല്പര്യമുള്ളയാളാണോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവരുടെയും നിങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരുടെയും കൂടെ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും വേസ്റ്റാക്കരുത്. ഇത് നിങ്ങളുടെ സെൽഫ് ലവിനെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരക്കാർ നിങ്ങളെ വഴി തെറ്റിക്കും. അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക. 4, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മുൻഗണന നൽകുക. സ്വയം മുൻഗണന നൽകിയില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് മുൻഗണന നൽകുക? നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. നമ്മുടെയൊക്കെ ലൈഫിലേക്ക് പല ആളുകളും വരികയും പോവുകയും ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും പ്രയോറിറ്റി നൽകിക്കൊണ്ട് സന്തോഷമായി ജീവിക്കുക. എന്നുവെച്ച് ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും വീട്ടുകാരുടെയും ഒന്നും ആഗ്രഹത്തിനും സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല പറഞ്ഞു വന്നത്. അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറവേറ്റി കൊടുക്കുന്നതിന് പുറമെ നിങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. 5, അമിതമായ ഭയം നിയന്ത്രിക്കുക. അമിത ഭയമുള്ളവർ പുതിയതായി ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല. ഭയവും ഉത്കണ്ഠയുമൊക്കെ മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. പക്ഷെ അമിതമായാൽ അത് പ്രശ്നക്കാരനാകും. നിങ്ങളുടെ ഭയത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുക. ഭയം കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്കണ്ഠയും ഇല്ലാതാവും. ഏതൊരു കാര്യത്തെയും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നയിടത്താണ് പ്രശ്നങ്ങളുടെയൊക്കെ ആരംഭം. നല്ല രീതിയിൽ നോക്കിക്കണ്ടാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സ്വയം മാറുക. സ്വയം സ്നേഹിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ.